കൃപയുടെയും ശക്തിയുടെയും. ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ വേണ്ടത് അകത്തുനിന്ന് വരുന്ന വാക്കുകൾക്കൊരു ശബ്ദം അല്ലെങ്കിൽ ശക്തി വ്യാപരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ആത്മികൻ എന്ന് പറയുമ്പോൾ നീണ്ട രജിസ്റ്റർ എടുത്തു വയ്ക്കാൻ കഴിയും. ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ ആമേൻ ആത്മാവിൽ ആരാധിക്കുന്നു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ട് ഇത്ര വർഷമായെന്ന് പറയാൻ കഴിയും. പക്ഷേ ഹല്ലേലൂയ, ഇന്നത്തെ ലോകത്തിന്റെ യാത്ര അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം ആത്മീക മണ്ഡലങ്ങളെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഇതാണ്. ആമേ കർത്താവ് സഭകളിൽ ഇന്ന് പല സഭകളിലും ദൈവത്തിന്റെ ആത്മാവെന്ന ആരാധനകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് വിളിച്ചു പറയുന്ന വാക്കുകൾക്ക് മാർക്കിടുവാൻ കൊരിന്ത്യർ പട്ടണത്തിന് കഴിയാതിരിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തിയുടെ അതരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ശക്തി വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിന്റെ മേലല്ല കേട്ടോ, സകലത്തിന്റെ മേലും. ആമേൻ. കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? പാമ്പുകളുടെ മേലും പിന്നെ ആമേൻ തേളിന്റെ മേലും. ഒരു തേളിന്റെ ആമേൻ ഹല്ലേലൂയ വിഷം, ഒരു തുള്ളി വിഷത്തിന് 3,58,00,000 രൂപ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഹല്ലേലൂയ. തേളിന്റെ വിഷത്തിനകത്ത് അനേക മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ ഓരോ തുള്ളി വിഷത്തിലും കോടികൾ വിലമതിക്കുമ്പോൾ തേളുകളെ മാത്രം വളർത്തി ആമേൻ ഉപജീവനം ചെയ്യുന്ന ആയിരക്കണക്കിന് ജനം നമ്മെ ഈ കൊച്ചി ഇന്ത്യക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ, ഈ കൊച്ചി കേരളത്തിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവ് എന്താ പറഞ്ഞേ? ആമേൻ സ്തോത്രം. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഏതിന്റെ അധികാരമാ? പരിശുദ്ധാത്മാവിന്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള ഒരു ദൈവ പൈതലിന് എത്ര വിഷമഘട്ടത്തിൽ കൂടെ അവൻ കടന്നു പോയാലും അവൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആത്മാവ് പ്രാപിച്ച പത്രോസിനോട് ചോദിക്കാം, പത്രോസ്ലീഗ, അല്ലയോ സാറേ, നിങ്ങൾ ഏത് ബൈബിൾ കോളേജിലാണ് ഡിഗ്രി എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ സ്തോത്രം കോളേജിലെ ഡിഗ്രിയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ മനുഷ്യനെ കൊല്ലുവാൻ ആമേൻ വാള് നല്ലവണ്ണം മൂർച്ച കൂട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ എന്ത് എന്നറിയാമോ? അവൻ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയാണ് കാരാഗ്രഹത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുള്ളപ്പോൾ അവന് പേടിപ്പാനില്ല. കാരണം അതിനകത്തൊരു കാര്യം ഉറപ്പായിട്ടും അവന് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പ്രാർത്ഥനയുടെ നടുവിൽ, ആരാധനയുടെ നടുവിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ആയിരിക്കുന്ന ദൈവവൈതലെ നിനക്ക് പേടിപ്പാനില്ല. കാരണം നിന്നെയും എന്നെയും നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ പറയാൻ കഴിയും, എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. കാരണം ഞാൻ സഞ്ചരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ മറവിനകത്ത് നിന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ഉറങ്ങിയത്. ഹല്ലേലൂയ. അവനറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനറിയാം. എന്തറിയാമെന്ന് അവൻ പറയുന്നത്? എനിക്കറിയാം, ഇത് എനിക്ക് വെറുതെ വെളിപ്പെടുത്തിയതല്ല, ഇതെന്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ് യേശു തന്നെ അവന് സാക്ഷ്യം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കപ്പെടുമ്പോൾ നോക്കിക്കേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പറയുന്നത് അവൻ വഴി നടത്തുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? അത് വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. റോമർക്കെഴുതിയ 8-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ആ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, എന്ന് രാത്രിയിൽ ഇവിടെ വായിച്ച വാക്യം കണ്ടോ? ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ആഴങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് നീ ഇടറിപ്പോകേണ്ട, നീ ഉറച്ചു നിന്നാൽ സ്തോത്രം, കുരിന്ത്യർ പട്ടണത്തിനകത്ത് ഒരു ലേഖനത്തിൽ കൂടെ തീരത്തില്ല പൗലോസേ, 2-ാമത്തെ ലേഖനവും നിനക്ക് എഴുതേണ്ടിയായി വരും എന്ന് പറഞ്ഞ് പ്രതികൂലത്തിന് നടുവിലും അവരെ നിർത്തിയത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മനുഷ്യൻ നമ്മെ എന്തെന്ന് വിടക്കെന്നെണ്ണിയാലും ദൈവം നമ്മെ സാക്ഷ്യമുള്ളവനാക്കിയാലേ ആർക്കും അതിനെ പൊളിക്കാൻ കഴിയത്തില്ല. ദൈവമൈതലേ, വായിക്കാം മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ മത്തായിയിൽ യേശു പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. 16-17. പ്രൈസ് ദി ലോർഡ്. Praise the Lord, praise the Lord. വായിച്ചോളൂ. യേശു അവനോട്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. കണ്ടോ? വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റെല്ലാവരും മാറി നിൽക്കുമ്പോ പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി കൊടുത്തു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശു അവനോട് പറയുക, ഇത് വേറെ ആരുമല്ല വെളിപ്പെടുത്തിയത്, ജഡരക്തങ്ങളല്ല, ഇത് നിന്റെ അപ്പന്റെ സ്തോത്രം സാന്നിധ്യമല്ല, ഇത് അപ്പൻ പറഞ്ഞതല്ല, നിന്റെ വ്യക്തികൾ പറഞ്ഞതല്ല, ഇത് ആര് പറഞ്ഞെന്നറിയാമോ? സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ധൈര്യമായി അഭിഷേകം പ്രാപിച്ചവർ, ദൈവവൈതൽ, ധൈര്യമായി ദൈവാലോചന കൈമാറാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുമെങ്കിൽ ആത്മാവ് തൊട്ടു പറയുന്നു, ദൈവവൈതല്, നിന്റെ വായിൽ നിന്ന് അടർന്നു വീഴുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് ചിലരെ ഹല്ലേലൂയ മരണഭീതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വാക്കുകളായിരിക്കും. ചിലരെ ഇടറി നിൽക്കുന്ന മനസ്സുകളെ ഉറപ്പിക്കുന്ന വാക്കുകളായിരിക്കും നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. ആർക്കും മാർക്കിടാൻ കഴിയാത്ത ചില വാക്കുകളിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ വായിക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവിടെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീയോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നീ ആരെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പറയാൻ പറ്റോ? ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. ഒരു രോഗത്തിനും ഒതുക്കാൻ കഴിയത്തില്ല. കാരണം ആ കർത്താവിന്റെ രക്തമാണ് എന്റെ ശരീരത്തിൽ നിറച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ രക്തമാണ് എന്റെ ശരീരത്തില്, കർത്താവിന്റെ മാംസമാണിത് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഹല്ലേലൂയ. കേവലം 7.2 ലിറ്റർ രക്തമടങ്ങിയ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത്, ഹല്ലേലൂയ, ഈ രക്തം ആരെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ രക്തമായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ അവിടെ വെളിപ്പെടുത്തിയത്, അതാ അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതിനപ്പുറമൊന്നുമില്ല. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുക. ആമേൻ, സ്തോത്രം. യേശു അവനോട്, ബർയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ദൈവം പറയാ, നീ ഭാഗ്യവാനാ.
കാരണം നിനക്കിത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല. ജഡരക്തങ്ങൾ നിന്നെ തകർക്കുവാൻ നിൽക്കുമ്പോൾ, ജഡരക്തങ്ങൾ നിന്നെ മാറ്റി നിർത്തുമ്പോൾ, ഇത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല. കേട്ടോ, ഇത് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഇത് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ് എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ, വെളിപ്പാടുള്ളവനും പരിശുദ്ധാത്മാവിന്റെ ആഴമുള്ളവനോടും ദൈവാത്മാവ് പറയുന്ന കാര്യം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇന്ന് ഒരാളിനോട് സംസാരിച്ചത് ഇങ്ങനെയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇവിടെ നിന്ന് വിദേശത്ത് കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോകാൻ എന്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ആ കുട്ടി ആരാധിച്ച ദൈവത്തിന് കാലില്ലായിരുന്നു നടന്നു പോകാൻ. കടലല്ലേ, എങ്ങനെ നടന്നു പോകും? എന്റെ ദൈവത്തിന് ആമേൻ, അവന്റെ പേരെന്നറിയാം, എന്റെ കർത്താവിന്റെ പേരെന്നറിയാമോ? എന്താ പേര്? അനന്യൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ പേരെന്താ? അനന്യൻ. പ്രൈസ് ദി ലോർഡ്. ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും നിന്റെ കൂടെ നടക്കാൻ ആമേൻ യോഗ്യനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര വിലപിടിപ്പുള്ള പട്ടിയെ വളർത്തിക്കോ, അത് വീട്ടിനകത്ത് മാത്രം കുരയ്ക്കുമ്പോ ആമേൻ, നീ പോകുന്ന യാത്രകളിൽ, നിന്റെ വാഹനത്തില്, ഹല്ലേലൂയ, നിന്റെ ഭവനത്തില്, എല്ലാ ഘട്ടത്തിലും നിന്നെ സൂക്ഷിപ്പാൻ ഒരുത്തൻ അവൻ ശക്തിയുള്ളവനാണ്, അവൻ ബലം പ്രാപിച്ചവനാണ്. അവന്റെ പേരാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ദൈവമാണ് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ. 18-ാം വാക്യം പറയുന്നു, നീയോ പത്രോസേ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് നീ വെളിപ്പെടുത്തിയത് കൊണ്ട് ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. ചില ആലോചനയൊക്കെ തരുമ്പോഴേ വേറെ ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. പലരും ആമേ സ്തോത്രം ചിലത് സോപ്പിട്ട് പറയുമ്പോൾ, പലതും വീടും ആമേ കാറും വ്യക്തികളെയും കണ്ട് ദൂതുകൾ ദൈവാത്മാവ് കൊടുക്കുന്ന ആലോചനകൾ വളച്ചു ഒടിക്കുമ്പോൾ, അങ്ങനെ ഉള്ളവരെ നോക്കി അല്ല പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. പറയാൻ പറ്റും. പറയുന്നത് മുഖത്ത് നോക്കി പറയാൻ അധികാരം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഇന്ന് രാത്രി നിൽക്കുമെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവം ചില കെട്ടുപണികൾ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. അധികാരത്തിന്റെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ പരമേൽപ്പിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ആത്മാവിന്റെ പ്രവൃത്തിയിൽ, ഹല്ലേലൂയ, ആമേൻ, ഓരോ ദൈവ പൈതലും മുൻപിലോട്ട് നടക്കുമ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, 2025 ചില മാസങ്ങൾ നീ പ്രസംഗിക്കണം. ഞാൻ ചില വ്യക്തികളെ ആമേൻ സ്തോത്രം നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവ്, അവരാരാകുന്നു, അവരെങ്ങനെയാണ് അതിലേക്ക് വരുന്നതെന്ന് ഞാൻ വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്, പോസ്റ്റുകൾ മാറി മാറി വരുമ്പോൾ ആമേ പ്രവാചകന്മാരെ മാത്രം നോക്കി ദൂതുകൾ മാത്രം കേൾക്കാൻ വേണ്ടി കയറുന്ന നൂറുകണക്കിന് പേര് ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും കാണാനില്ല. ആമേ, ഹല്ലേലൂയ. വചനം ഇന്ന് ആർക്കും വേണ്ട. വചനത്തിനകത്തളങ്ങളിലേക്ക് ഇരിക്കുന്ന മർമ്മ സത്യങ്ങളെ ഇന്ന് ആർക്കും വേണ്ട. ആമേൻ സ്തോത്രം. ദൂതുകളും ആലോചനകളും കിട്ടിയാൽ അത് മതിയെന്ന് പറഞ്ഞ് മുമ്പിലോട്ട് പോകുന്ന ആമേൻ ലക്ഷക്കണക്കിന് ജനം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ പറയാ, ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവ് ആമേൻ അത്ഭുതങ്ങളുടെ ദൈവമാ. കേട്ടോ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ആ കരത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൈവമൈതലേ, ആമേൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആമേൻ നേരിടുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത് ഒരു വെളിപ്പാട് അതുപോലെ പത്രോസ് പറഞ്ഞപ്പോ അവന് കൊടുത്ത ഗിഫ്റ്റ് കണ്ടോ? അവിടെ പറയുന്നു 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു.
കണ്ടോ കണ്ടോ ദൈവാലോചന അതുപോലെ കൈമാറിയ പത്രോസിന് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്റെ മേൽ കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷ അത്ര വലുതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആലോചന വേണ്ട എന്നല്ല, പ്രവചനങ്ങൾ വേണ്ട എന്നല്ല, അത് വേണം. ഒരു മനുഷ്യനെ മുൻപിലോട്ട് നയിക്കണമെങ്കിൽ ആത്മാവിന്റെ സ്തോത്ര വാക്കുകൾ നമ്മെ ബലപ്പെടുത്തുന്നതാണ് എന്ന് തിരുവെഴുത്ത് പഴയ നിയമവും പുതിയ നിയമവും നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചനകൾ കൈമാറുമ്പോൾ സ്തോത്ര ഉറപ്പിച്ചു പറയാ, ഇത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ആമേൻ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ ഉത്തരം പറഞ്ഞ് അവനെ ഉറപ്പിച്ച. ഹല്ലേലൂയ. ഇന്ന് ഒരു ദൂത് സഭയ്ക്കകത്ത് ഒരു കർത്താവിന്റെ ദാസി പറഞ്ഞു കഴിഞ്ഞാൽ ശാസിക്കും. ഇവക്കെന്താ ഇത്ര കൃപ? അപ്പൊ ശ്രദ്ധിക്കണം, ദുരാത്മാവ് അവിടെ വ്യാപരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയോ ആമേൻ സ്തോത്രം, എവിടെ ഭിന്നത തുടങ്ങിയെന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ സഭയിൽ ഭിന്നതയുണ്ടായത് എവിടെയെന്നറിയാമോ? ആത്മാവ് സഭയ്ക്കകത്ത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ, സഭയുടെ കുറവുകളെ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സഭയ്ക്കകത്ത് ഭിന്നതകൾ പൊങ്ങി. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ആമേൻ സ്തോത്രം, ബൈബിൾ കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റുമായി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ളതല്ല ഇത്. സഭയിൽ ശുശ്രൂഷിക്കാനും ദൈവം തരുന്ന അരുളപ്പാടുകൾ പൊതുസഭയിൽ അറിയിപ്പാനും എത്ര ദൈവം ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. എനിക്ക് ഇന്നത്തെ പോലെ അറിയാം. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ദാസിയെ ഞാനൊരു സഭയിൽ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ആമേൻ, ആ ദൈവദാസി പൊതുസഭയിൽ ആമേൻ സ്തോത്രം ആരാധന മധ്യ ഒരു ദൂത് പറഞ്ഞപ്പോൾ അഭിഷക്തൻ ആ ദൂതിന് തന്റെ അടുത്ത് പോയി തന്റെ തലയിൽ തട്ടിയിട്ട് പറഞ്ഞു, മിണ്ടരുതെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ശുശ്രൂഷ അവിടെ തീർന്നു. ഹല്ലേലൂയ. കുറെ മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എനിക്കൊരു ഫോൺ കോൾ വന്നത് ഇങ്ങനെയാണ്, ദൈവദാസന് ഞാൻ ഇന്ന് സഭയിലൊന്നും പോകുന്നില്ല, ഞാൻ ഒരു അമ്പലവാസിയായി മാറിക്കഴിഞ്ഞു. മാറേണ്ടത് സഭയിൽ നിന്നല്ല മാറേണ്ടത്, മാറ്റിവിടേണ്ടത് സഭയിൽ നിന്ന്. നിന്നെ അല്ല അടിച്ചമർത്തേണ്ടത്, നിന്നെ അടിച്ചമർത്തവന്റെ ആമേൻ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ഭൂതത്തിന്റെ ആത്മാവിനെ ശാസിച്ച് ബന്ധിക്കാൻ നിനക്കും എനിക്കും അധികാരം തന്നിട്ടുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും കൃപയുള്ളവരാ. ദൈവം തരുന്ന ആലോചനകൾ വിളിച്ചു പറയുമ്പോ സഭയിൽ അടിച്ചമർത്തലുണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സഭ വിട്ടു പോകേണ്ടല്ല ചെയ്യേണ്ടത്. ആമേൻ. അവരിൽ വ്യാപരിക്കേണ്ട അന്ധകാരത്തെ ശാസിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പൊതുസഭയിൽ വെച്ച് ദൈവാത്മാവ് ചില ഭൂതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയാ, ഇതിനകത്തിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, എല്ലാവരും യേശുവിനെ അറിയാവുന്നവരാ, ആമേൻ. പല തലത്തിൽ നിങ്ങൾ ആരാധിക്കുന്നവരാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അടിച്ചമർത്താൻ എവിടെയെങ്കിലും ആമേൻ സ്തോത്രം ഉയർന്നു വരുന്നു എങ്കിൽ അതിനകത്ത് നിങ്ങൾ സ്തോത്രം ചെയ്തോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഒരു അത്ഭുതം സഭയ്ക്കകത്ത് നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് അറിയാം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ ശുശ്രൂഷകന്മാരുടെയും ജീവിത തലങ്ങൾ വിളിച്ചു പറയപ്പെടുമ്പോൾ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ, കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച ശേഷം ഹല്ലേലൂയ ഭൂതങ്ങളുടെ മേശയിൽ പോയി എവിടെയെങ്കിലും അഭയം പ്രാപിപ്പാൻ തുടങ്ങിയാൽ തമ്പുരാൻ പൊക്കിയെടുക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ മേശ വേണ്ട, ഞങ്ങൾക്ക് ഈ പദവി വേണ്ട,
ഞങ്ങൾ പരിപ്പും പച്ചവെള്ളവും കുടിച്ചെങ്കിലും ഞങ്ങൾ ജീവിക്കും. നിന്റെ ഒരു നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു പടത്തലവനേക്കാൾ ആരോഗ്യത്തോടെ ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് ആ ബാലന്മാർ ആ കാലഘട്ടങ്ങളിൽ ഉറച്ചു നിന്നതിന്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ രഹസ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വ്യാപരിച്ച ഒരു ദൈവകൃപ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ആത്മാവിൽ കാണുന്നു സഭകളിൽ നിന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് ദൈവവൈതലേ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം ഈ നാളുകൾ നീ പുറത്തെടുക്കണം. ഞാൻ പറഞ്ഞാൽ എന്ത് ആമേൻ എനിക്ക് ഭവിക്കും, ദൈവാത്മാവ് അറിയിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ വെറുതെ ഒരു നോക്കൂത്തി പോലെ ഇരിക്കാനേ കഴിയൂ. തമ്പുരാൻ പറയുന്നു, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിപ്പാൻ ഞാൻ നിനക്ക് ആമേൻ എന്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. അത് വെറുതെ ഇരിക്കാനുള്ളതല്ല, ഞാൻ പറയുന്നത് ചെയ്യുവാനത്രേ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും നിങ്ങൾ എടുക്കൂ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. തീർന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രതിവാദിക്കുന്നു. ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ വാദിക്കുന്നവനാ. വായിക്കാമോ? 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇത് വാദിക്കുന്നു. പരിശുദ്ധാത്മാവ് വാദിക്കും. വായിച്ചേ. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും ഒരു മനുഷ്യനോട് വാദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് വാദിച്ചു നിൽക്കും. എന്റെ ദൈവവൈതല, എന്റെ കുഞ്ഞാ, ആമേൻ. വചനം പറയുന്നില്ലേ, കണ്ണിന്റെ കൃഷ്ണ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാ നിന്നെ തൊട്ട് കഴിഞ്ഞാൽ. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ തൊടുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെങ്കിൽ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് 1, 2, 3, 4 വട്ടം ഇതാണ് എന്ന് ശരിയാണ് എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പ്രതിവാദിക്കുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൂതെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇതെന്ത് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാദിക്കത്തില്ല. ഇതെപ്പോഴും വാദിച്ച് നിൽക്കത്തില്ല. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇത് ആമേ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ആമേ ദിനങ്ങളായി ദിനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഭയത്തോടെ ഓരോ ദിവസവും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആമേ 10 ഡിവൈസിലിരിക്കുന്ന ആമേ ഓരോ കുടുംബത്തോടും ദൈവാത്മാവെന്ന് രാത്രി ആലോചന കൈമാറുന്നു. അവൻ നിന്റെ കുടുംബത്തോട് വാദിച്ചില്ലായിരുന്നുവെങ്കിൽ 2025 വെറുതെ സ്വപ്നം കണ്ട് ആമേ 25 കടക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ചത് കൊണ്ട്, അവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാദിച്ചത് കൊണ്ട്, അവൻ നിന്റെ ഭർത്താവിന് വേണ്ടി വാദിച്ചത് കൊണ്ട്, അവൻ നിന്റെ ദേശത്തിന് വേണ്ടി വാദിച്ചത് കൊണ്ട് ഈ 2025 18-ാമത്തെ ദിവസം കടന്നു വരാൻ സ്വർഗത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മിറക്കിളാ അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ കോടാലി ഓങ്ങി, വെട്ടുകത്തി ഓങ്ങി, നിന്നെ തീർത്തുകളയോ എന്ന് പറഞ്ഞു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി വാദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വാദിച്ചു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാരം ഇതിനകത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ നിയോഗിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, നിന്നെ ഒരു നിയോഗത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, അവൻ നിയോഗത്തോടെ ആത്മാവിൽ നിന്നെ ബലപ്പെടുത്തി ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിന്നെ നയിക്കപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാൻ 2:27 വായിക്കുന്നു. എന്താ വായിച്ചത്? ലൂക്ക 2:20. ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. കണ്ടോ? ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നിയോഗത്താൽ
ആത്മാവിന്റെ നിയോഗത്താൽ, ചട്ടപ്രകാരം ദൈവത്തിന്റെ നിയോഗത്താൽ സഞ്ചരിക്കണം. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോ വാടിപ്പോകേണ്ട. അതാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലത്. ആമേൻ, ഹല്ലേലൂയ. എന്ന് രാത്രി നിന്റെ ഒരു നേരത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, 5 മിനിറ്റത്തെ പ്രാർത്ഥനയുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. ഒരു അധ്യായം നീ വായിച്ചു പ്രബോധിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നു ഹല്ലേലൂയ, അത് ഏറ്റവും അനുഗ്രഹിക്കപ്രദമായ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ കേട്ടൊരു മെസ്സേജ് ഇതാണ്, ഇന്ന് രാവിലെ കേട്ടത്. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് താഴെ വന്ന് വീണ ആ സഹോദരന്റെ ചുണ്ടിന്റെ കുത്തിക്കെട്ട് മാത്രം 19. ഒരു ചുണ്ടിലെ കുത്തിക്കെട്ട് മാത്രം 19 കുത്തിക്കെട്ട്. ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ദൈവം നമ്മെ സുരക്ഷിതമായി അവൻ ഓരോ മിനിറ്റും വാദിച്ചത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഇത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാ ഓരോ സെക്കൻഡുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മെ തൊടുവാൻ കഴിയാതെ മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നില് ഒരു നിയോഗത്തിന്റെ, ആത്മനിയോഗത്തിന്റെ ഒരു മധ്യസ്ഥതയുണ്ട്. മറന്നു പോകരുത്. എല്ലാ സമയവും ദൈവം കേട്ടുകൊണ്ടിരിക്കത്തില്ല. ചിലർ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ചാകും എന്ന് പറയുന്നവർ പിന്നെ ചത്തല്ലേ ഒതുങ്ങും. ചത്താ തീരും, അതും തീരത്തില്ല. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നിന്നിൽ പരമേൽപ്പിച്ച ശുശ്രൂഷകൾ അവസാനിക്കാതെ ഈ ഭൂപരപ്പിൽ എത്രത്തോളം നീ തകരാൻ നീ ആഗ്രഹിച്ചാലും ഒരിക്കലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ 5 അടി 3 ഇഞ്ചോ 4 അടി 2 ഇഞ്ചോ 35 60 35ലേക്ക് മാറി 80 90 കിലോയുള്ള നിന്റെ ശരീരം മാറത്തില്ല. കാരണം തമ്പുരാൻ ഏൽപ്പിച്ചത് തികയ്ക്കാതെ മാറത്തില്ല. എന്നെ ഏൽപ്പിച്ചത് ഞാൻ തന്നെ തികയ്ക്കണം. എന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങൾക്ക് തന്നെ ചെയ്ത് കർത്താവ് നിങ്ങളെ പരമേൽപ്പിച്ചത് ചെയ്യാതെ ഈ ഭൂപരപ്പിന്ന് തമ്പുരാൻ മാറ്റത്തില്ല. അത് പ്രതീക്ഷിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു ന്യൂസ് കേട്ടത്, പാസ്റ്റർ എപ്പോഴും അവൻ വീട്ടിൽ ഇരുന്ന് പറയും, ഒന്ന് ചത്തെങ്കിൽ കൊള്ളായിരുന്നു, ഉയരത്തിൽ കയറുമ്പോ ഇതൊന്ന് ഒടിഞ്ഞ് താഴെ വീണെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞവൻ ഒരു സമയത്ത് സാത്താൻ അവനെ കയറി പിടിച്ചു. ഹല്ലേലൂയ, ആമേൻ. 3 നേരം ഭക്ഷണം 10 നേരം കഴിച്ചുകൊണ്ടിരുന്നവനിപ്പോ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ് കിടക്കുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, നിന്റെ വീഴുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ മറുപടി കൊടുക്കേണ്ടി വരും. എണ്ണി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? ജീവിതം മരിച്ചു കാണിക്കേണ്ടതല്ല, ജീവിതം ജീവിച്ചു കാണിക്കണം. അതാണ് ഒരു ആത്മികൻ. അതാണ് ഒരു ആത്മീക, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചു കാണിക്കണം. പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുണ്ടല്ലേ. നമ്മെ സ്നേഹിക്കുന്നവർ, ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നവർ സ്തോത്രം പെട്ടെന്നൊരു വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ ഇനി എന്തിനാ കഞ്ഞിയും കാടിയും വെച്ച് കൊടുത്ത് 4 നേരം പോഷിപ്പിച്ച് കൊടുത്തിട്ട് കണ്ടോ പറയുന്നത്, എല്ലിനിടയില് സ്തോത്ര കുത്തഴി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അരി ഇങ്ങനെ കേറിപ്പോയി ആ എല്ലിന്റെ ഇടയിൽ ഇരിക്കാനുള്ള പ്രശ്നമാ? അല്ല, അതല്ല കേട്ടോ പ്രശ്നോ, അതല്ല പ്രശ്നം. ഹല്ലേലൂയ, അതല്ല കുഴപ്പം. നിന്റെ മേലിരിക്കുന്ന ആത്മാവിന്റെ ശക്തി അത്രയും വലുതാ. അതുകൊണ്ട് ചുമ്മാ കിടക്കുന്ന നാനൂലുകൾ ചാടി എണീക്കും. ആമേൻ. പരിശുദ്ധാത്മാവ്
ഒരു കുടുംബത്തിൽ രണ്ടുപേരും ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിക്കണമെങ്കിൽ, അതായത് യോശുവ ആരുവിന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ചില പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴും ഒരു കാര്യം ഇതിനകത്തുനിന്ന് രാത്രി പറയാം, നിന്റെ കൃപ അത്രയും വലുതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, ദൈവാസനെ ഞാൻ രക്ഷയോട് സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകത്തിൽ ആരാധിക്കുന്ന ദൈവമല്ല, പക്ഷെ എന്റെ ഭാര്യ എന്റെ മുഖത്തൊക്കെ പറയാ, നിങ്ങളുടെ മുഖത്തൊക്കെ കഴിയുന്നില്ലല്ലോ, നിങ്ങളുടെ മുഖത്തൊക്കെ മതി, ദേഷ്യം വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പിടിച്ചോ, ദേഷ്യം വരുന്നെങ്കിൽ അപ്പോഴും പിടിച്ചോളണം, ദുരാത്മാവ് പുറത്തിയാടും. സ്തോത്രം പറ. നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോ എനിക്ക് പ്രശ്നമാ, പ്രശ്നമാ. അതല്ലേ ദാവീദിനെ നോക്കിയപ്പോ ശൗലിന് പ്രശ്നമായത്. ഇന്ന് രാത്രി ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇരിക്കുന്നത് അത്രയും പവറോടെ കൂടിയ. അങ്ങനെയെങ്കിൽ രണ്ടു വശവും ചിന്തിച്ചു നോക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയം വരും. ഹല്ലേലൂയ. ഇതിനകത്ത് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ മേൽ പരമേൽപ്പിച്ച ശുശ്രൂഷ അത്രയും വലുതാ. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുക. വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ദൂത്? ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അതു ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എല്ലാ മുമ്പലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവരെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ 12-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഒരിക്കലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മനുഷ്യനോട് സംസാരിക്കേണ്ടത് ദൈവം സംസാരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സംസാരത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അവിടെ ഇങ്ങനെയാ വായിച്ചത്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കണ്ടോ, പൗലോസ് പറയുക, ഞാൻ മനുഷ്യന്റെ വെളിപ്പാടല്ല പ്രാപിച്ചത്, ഞാൻ ജഡത്തിന്റെ വെളിപ്പാടല്ല പ്രാപിച്ചത്, ഞാൻ മാനുഷ്യമായ വെളിപ്പാടിൽ കൂടെ നടക്കുന്നവനല്ല. ഞാൻ നടക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ ശുശ്രൂഷിക്കുന്നതും ദൈവത്തിന്റെ വെളിപ്പാടിനാലാണ്. ആമേൻ. ദൈവത്തിന്റെ വെളിപ്പാടിനാൽ നിൽക്കുന്ന വ്യക്തിക്ക് പ്രയാസങ്ങൾ കുറയത്തില്ല, പ്രയാസങ്ങൾ കൂടും. ഹല്ലേലൂയ. ആമേൻ. അതല്ലേ അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം വായിക്കുമ്പോ പറയുന്നത്, എടുത്തുകൊണ്ടുപോയി. എങ്ങനെ? എന്തെടുത്തുകൊണ്ടുപോയി? ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പോസ് എന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, വീട്ടിനകത്തിരിക്കുന്നവനെ ദൈവത്തിന്റെ ആത്മാവ് നടക്കാൻ പറഞ്ഞു. അവൻ ഓടി സ്നാനം കഴിപ്പിച്ചു. ശേഷം അവനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അല്ലാതെ ബാങ്കിലെ പണം കൊണ്ട് വീട്ടിൽ വെച്ച് എടുത്തുകൊണ്ട് പോയെന്നല്ല പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നവനെ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവനെ എക്കാലത്തും ശത്രുവിനെ പേടിയ. വായിക്കാമോ? 8-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. സ്തോത്രം. 8:36 എടുത്തോ. അവർ ഇങ്ങനെ വഴിപോകുമ്പോൾ സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ
ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. 8:36. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. എന്തോ ഇതിനകത്ത് സ്നാനപ്പെടാറുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവാത്മ പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെത്തുമ്പോൾ, കണ്ടോ, ഷണ്ണനായിരിക്കുന്ന ഒരു കാര്യസ്ഥൻ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് സഞ്ചരിക്കുന്ന രഥത്തിനകത്തുകൂടെ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കണ്ടപ്പോൾ, കേട്ടപ്പോൾ, ആമേ പുന്നാമ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുമേ നിന്ന ആമേ ഫിലിപ്പോസിന്റെ വീട്ടിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, എണീറ്റ് നടക്കണ എന്നല്ല, എണീറ്റ് ഓടിക്കോ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ എന്നെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ദൈവമേ, എന്റെ ശബ്ദമല്ല എനിക്ക് വേണ്ടത്, നിന്റെ ശബ്ദം, നിന്റെ ശബ്ദം, നിന്റെ ശബ്ദം എന്റെ നാവിലേക്ക് എനിക്കൊന്ന് താ എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ 2025 ഈ ഗൂഗിൾ മീറ്റിംഗ് പലരും സ്നാനത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര വരുന്ന രാത്രി വിശ്വസിക്കും? ഹല്ലേലൂയ. ഈ ഗൂഗിൾ മീറ്റ് കേട്ടോണ്ടിരിക്കുന്ന ഏതൊക്കെ കുടുംബത്തിനാൽ സ്നാനം നടക്കാൻ പോയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ചിലപ്പോ നിങ്ങളുടെ മക്കളായിരിക്കാം, ചിലപ്പോ നിങ്ങളായിരിക്കാം, ചിലപ്പോ നിങ്ങളുടെ ഭർത്താവായിരിക്കാം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്നാനം എന്ന് പറയുമ്പോൾ യുവതലമുറ പറയും, അയ്യോ മമ്മി ഡാഡി നോ, ഇപ്പോ വേണ്ട, എന്താ വേണ്ട. ഹല്ലേലൂയ. പണ്ട് തുന്നിച്ചേർത്ത വസ്ത്രം ഇടുമായിരുന്നു. ഇന്ന് തുന്നിച്ചേർത്ത വസ്ത്രത്തെ കീറിയിട്ട് നടക്കുന്നു. അല്ലേ? ശരിയല്ലേ? തുന്നിയ വസ്ത്രം ഇടുമായിരുന്നു അന്ന്, ഇന്ന് തുന്നിയതിനെ കീറി നടക്കുന്നു. അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വേണ്ട, എനിക്കിതിന്റെ ആവശ്യമില്ല, എനിക്ക് സ്നാനം വേണ്ട, സ്നാനപ്പെട്ട അഭിഷേകം കർത്തൃമേശ വേണ്ട, കുറച്ചുകൂടെ പോട്ടെ, തള്ളിക്കൊണ്ട് പോട്ടെ. അപ്പോഴാ പുന്നാമ്പുറത്തിരുന്ന ആമേൻ ഫിലിപ്പോസിനോട് പറയും, ഫിലിപ്പോസിന്റെ മക്കളെ പ്രവാചകിമാരാ, ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എണീക്കടാ മോനെ, എണീക്ക്, ഒരുത്തം വരുന്നുണ്ട്, പമ്പ സ്രാവ് വരുന്നുണ്ട്, എണീക്ക്. അവൻ 25 തമ്പുരാൻ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന പലരെയും ദൈവം സ്നാനപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി ആത്മാവ് അങ്ങനെ തന്നെ ആലോചന പറയുന്നു. ചിലരെ ദൈവാത്മാവ് സ്നാനപ്പെടുത്തി പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? അതിന്റെ തലമുറയായിരിക്കട്ടെ, അതിന്റെ ഭർത്താവായിരിക്കട്ടെ, അത് ഞാനായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഷണ്ണനെ ആമേ തന്റെ യാത്രയിൽ ആമേ സ്തോത്രം, പ്രൈസ് ലോർഡ്, തന്നോട് സംസാരിച്ച ദൈവം. 37-ാമത്തെ വാക്യം ആമേ ഒന്ന് വായിക്കുന്നു. അതിന് ഫിലിപ്പോസ് 37-ാമത്തെ വാക്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. 38 കൂടെ. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ? വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനപ്പെടേണ്ടത്. സ്തോത്രം. രണ്ടുപേരും ഇറങ്ങി, വെള്ളത്തിലിറങ്ങി. അവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവനെ സ്നാനം കഴിപ്പിച്ച ശേഷം 39-ാമത്തെ വാക്യവും 40-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, പിന്നെ ഷണ്ണൻ ഫിലിപ്പോസിനെ കണ്ടില്ല, ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. ശമനപരകത് വൈഡവനാരകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവർത്തിനകത്ത് വെളിപ്പെടുന്നു. ചിലരെ ദൈവാത്മാവ് കുടുംബമായി സ്നാനപ്പെടുത്തുവാൻ